വത്തിക്കാനിൽ റോമിൻ്റെ ഒരു ഭാഗം, റോമിൽ നിന്നും വത്തിക്കാൻ എന്ന് പറഞ്ഞ ഒരു പുതിയ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്, പുതിയ കൺട്രിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ബസിലിക്ക ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട റോമൻ കാത്തലിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണിത്, ഒരു ബസിലിക്കയാണ്. ഇവിടെയാണ് പോപ്പ് ഉള്ളത്. പുതിയ പോപ്പ് ഇപ്പോൾ നമ്മളെല്ലാവരും അറിയാം, അദ്ദേഹത്തിന് സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചതാണ്.你在我前面，为什么要叫我前面？那你是不是傻呀？അപ്പോൾ ഈ വത്തിക്കാനിൽ നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇതൊരു പുതിയ കൺട്രിയിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ ഈ യൂറോപ്യൻ ട്രിപ്പിലെ അവസാനത്തെ കൺട്രിയാണ്. ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സെൻറ്റ് പീറ്റേഴ്സിൽ പത്രോസ് എന്ന് പറയും. പത്രോസിൻ്റെ നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ പറയുന്നതാണ് സെൻറ്റ് പീറ്റർ എന്നാണ് ഇവിടുത്തെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ ഇവർ റോമൻ കാത്തലിക്സിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടാണ് ഇവിടുത്തെ എല്ലാ മാർപ്പാപ്പയും വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എനിക്കൊരു കഥാമൃതത്തിന് വേണ്ടിയിട്ട് ഒരു കഥ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. തൻ്റെ ധർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. പരധർമ്മം ചെയ്യുന്നത് അത് ശ്രേഷ്ഠമല്ല. എന്താണ് ഈ പരധർമ്മം, എന്താണ് സ്വധർമ്മം എന്ന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഗംഗാതീരത്ത് ഒരു സ്വാമി ഒരു തേളിനെ രക്ഷപ്പെടുത്തുന്ന ഒരു കഥയാണ്. അദ്ദേഹം ഒരു തേളിനെ അങ്ങനെ കുളിക്കുന്ന സമയത്ത് ഒരു തേളിനെ കണ്ടു, അത് മരിക്കുന്നു എന്ന് വെച്ചിട്ട് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ അതിന് വീണ്ടും കൈ കൊണ്ട് ഉയർത്തുന്നു. ഇതിന് ഉയർത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ തേള് പൊട്ടുന്നു. അത് വീണ്ടും അതിനെ താഴെ ഇടുന്നു, വീണ്ടും അതിനെടുക്കുന്നു. ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കുന്ന സമയത്ത് ആ തേളിനെയും ഈ സ്വാമിയുടെയും ഈ കാരുണ്യവും അദ്ദേഹത്തിൻ്റെ ആ ദുഷ്ടത്തിലും കണ്ടിട്ട്, തേളിനെ ഇത് പ്രവർത്തിയും കണ്ടിട്ട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, സ്വാമിജി ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇത്ര കഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്തുന്നത്? എന്നിട്ടും നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാമിജി പറഞ്ഞത്, തേളിൻ്റെ സ്വഭാവം അതിനെ കുത്തുക എന്നതാണ്, എൻ്റെ സ്വഭാവം അതിനെ രക്ഷപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ സ്വധർമ്മമാണ് ഞാൻ ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ ധർമ്മത്തിൽ വ്യക്തമായിട്ടുള്ള നമ്മുടെ ഒരു ധാരണ ഉണ്ടാവണം, നമ്മൾ അവനവൻ്റെ ധർമ്മം തന്നെ ചെയ്യണം എന്നാണ് ഈ കഥയിലൂടെ ഗംഗാ നദീതീരത്തിൻ്റെ ആ പവിത്രമായിട്ടുള്ള നദിയുടെ ഭാഗത്തു നിന്ന്, ആ സ്വാമിജിയിൽ നിന്നും, ആ തേളിൻ്റെ ദുഷ്ടത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് വത്തിക്കാനിലെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ.